വാക്കുകൾക്ക് അഗ്നിയേക്കാൾ ശക്തിയുണ്ട്. അത് ചിലരിൽ അഗ്നി പോലെ പടർന്നു കയറും. ചില നേരങ്ങളിൽ ചിലർ പറയുന്ന ചില വാക്കുകൾ ചിലരിൽ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. വാക്കുകൾക്ക് ആയുധങ്ങളെക്കാളും ഔഷധങ്ങളെക്കാളും ശക്തിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ ഓരോന്നും അമൃതായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുരാണങ്ങൾ പറയുന്നു, അതായത് ആദിയിൽ നിന്നാണ് വചനമുണ്ടായതെന്ന് ബൈബിളും, എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായെന്ന് ഖുറാനും, ഓങ്കാരത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായതെന്ന് ഹിന്ദു പുരാണങ്ങളും പറയുന്നു. അതിൽ നിന്നും വാക്കുകളുടെ പ്രശസ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വാവിട്ട വാക്ക് കൈക്കൊണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ വാക്കുകളും അമൃതായിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിവേകാനന്ദനെ വിവേകാനന്ദനാക്കിയതും ഇത്തരമൊരു കഥയാണ്. പണ്ട് നരേന്ദ്രൻ സ്കൂളിൽ പഠിക്കുന്ന കാലം. സ്കൂളിലേക്ക് പോയിരുന്നത് ഒരു കാളവണ്ടിയിലായിരുന്നു. നരേന്ദ്രൻ പോകുന്ന സമയത്ത് കാളവണ്ടിക്കാരനെ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ട് നോക്കുമായിരുന്നു. കാളവണ്ടി ഓടിക്കാൻ അവനും ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും തനിക്കും കാളവണ്ടി ഓടിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ടീച്ചർ എല്ലാ കുട്ടികളോടുമായി ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആരാകണമെന്ന്. ഓരോരുത്തരും ഓരോരോ ഉത്തരങ്ങൾ പറഞ്ഞു. ചിലർ പൈലറ്റ് ആകണം, ഡോക്ടറാകണം, ടീച്ചറാകണം എന്നൊക്കെ. അടുത്തത് നരേന്ദ്രന്റെ ഊഴം. നരേന്ദ്രൻ പറഞ്ഞു, ടീച്ചറെ, എനിക്കൊരു കാളവണ്ടിക്കാരനാകണമെന്ന്. എന്നാൽ ടീച്ചർക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ടീച്ചർ പറഞ്ഞു, ഒരു കാളവണ്ടിക്കാരനാകാനാണോ നീ ഒരു ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയത്തിൽ വന്ന് പഠിക്കുന്നത്? ഷട്ട് അപ്പ് യുവർ മൗത്ത് എന്നൊക്കെ ടീച്ചർ ഉറക്കെ ചീത്ത പറഞ്ഞു. എന്നിട്ട് അവനെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. മറ്റു കുട്ടികൾ ഇത് കണ്ട് അവനെ കളിയാക്കി. വളരെ അപമാനം സഹിച്ച് അന്ന് അവൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു. വഴിയിൽ അമ്മ അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ട ഉടനെ അമ്മ വാരിപ്പുണർന്ന് അവന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി മോനെ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നു എന്ന്. നടന്ന കാര്യങ്ങൾ നരേന്ദ്രൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പറഞ്ഞു, മോനെ, നീ വിഷമിക്കേണ്ട, തീർച്ചയായും നീ ഒരു കാളവണ്ടിക്കാരനാകണം. പക്ഷേ എങ്ങനെയുള്ള കാളവണ്ടിക്കാരനാകണം? ലോകം മുഴുവൻ നയിക്കുന്ന ഒരു കാളവണ്ടിക്കാരനാകണം നീ എന്ന്. നരേന്ദ്രൻ ആകെ അത്ഭുതപ്പെട്ടു. അമ്മ ചീത്ത പറയുമെന്നാണ് നരേന്ദ്രൻ വിചാരിച്ചത്. നരേന്ദ്രൻ പറയുന്നു, ആ സമയത്ത് 1000 വാട്ടുള്ള ഒരു ഇലക്ട്രിക് കറന്റ് എൻ്റെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് അമ്മയുടെ വാക്കുകൾ തോന്നിയതെന്ന്. എൻ്റെ ഞരമ്പുകൾ ഉണർന്നു നിന്നു എന്ന്. ഇത്തരത്തിലുള്ള വാക്കുകളായിരിക്കണം നമ്മളും ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള വിവേകാനന്ദന്മാർ വളർന്നു വരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ അമൃതായിരിക്കണം. അമൃത് വർഷിക്കട്ടെ നമ്മുടെ വീടുകളിൽ.